ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ. ഇടുക്കിയിലെ കുമിളിയിൽ 20-കാരിയെ ലോഡ്ജ് മുറിയിലെത്തിച്ച് ബലാത്സംഗം ചെയ്ത ശേഷം ദൃശ്യങ്ങൾ പകർത്തിയ 2 പേർ പിടിയിൽ. വണ്ടിപ്പെരിയാർ അരണക്കൽ സ്വദേശികളായ പ്രജിത്ത്, കാർത്തിഷ് കുമാർ എന്നിവരാണ് പിടിയിലായത്. ഫെബ്രുവരി 11-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വണ്ടിപ്പെരിയാറിന് സമീപത്തുള്ള തേയിലത്തോട്ടത്തിൽ താമസിക്കുന്ന യുവതി കുമളിയിലെ സ്വകാര്യ കോളേജിൽ പഠിക്കുകയായിരുന്നു. സംഭവ ദിവസം അയൽവാസിയായ പ്രജിത്ത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെത്തി യുവതിയുടെ അമ്മയ്ക്ക് സുഖമില്ലെന്നറിയിക്കുകയും യുവതിയെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റി കുമളി റോസാപ്പൂ കണ്ടത്തിലെ ലോഡ്ജിൽ കൊണ്ടുവരികയുമായിരുന്നു. ഈ സമയം പ്രജിത്തിന്റെ സുഹൃത്ത് കാർത്തിഷ് മുറിയിലുണ്ടായിരുന്നു. ശാരീരികമായി ഉപദ്രവിക്കുവാൻ ശ്രമിച്ചപ്പോൾ യുവതി എതിർത്തു. വഴങ്ങാതെ വന്നപ്പോൾ അടിച്ച് പരിക്കേൽപ്പിച്ചു എന്നാണ് യുവതിയുടെ മൊഴി. പ്രജിത്താണ് ആദ്യം യുവതിയെ പീഡിപ്പിച്ചത്. കൂട്ടാളിയായ കാർത്തിഷ് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തി. തുടർന്ന് കാർത്തിഷും പീഡിപ്പിച്ചു. പിന്നീട് പെൺകുട്ടിയെ കുമളിയിൽ നിന്നും വീട്ടിലെത്തിച്ചു. സംഭവത്തെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം എസ്റ്റേറ്റ് തൊഴിലാളികളായ പ്രതികൾ ജോലിയിലേക്ക് മടങ്ങി. ദൃശ്യങ്ങൾ വീട്ടുകാരെ കാണിച്ച് പോലീസിൽ പരാതി നൽകുമെന്നും ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം പെൺകുട്ടിയും മാതാപിതാക്കളും കുമളി പോലീസിൽ പരാതി നൽകിയതോടെ പ്രതികൾ നാടുവിട്ടു. 1-ാം പ്രതിയായ പ്രജിത്തിനെ തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്നും 2-ാം പ്രതി കാർത്തിഷിനെ ഹൊസൂരിൽ നിന്നുമാണ് പിടികൂടിയത്. മലയാളി യുവതിയെ മുംബൈയിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് വളയം സ്വദേശി ടി.കെ. ധന്യയാണ് മരിച്ചത്. അജ്മാനിലെ താമസ സ്ഥലത്താണ് ധന്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് വാണിമേൽ സ്വദേശി ഷാജിക്കും മകൾക്കുമൊപ്പമാണ് മുംബൈയിൽ താമസം. പാലക്കാട് അട്ടപ്പാടിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന അച്ഛനെ മക്കൾ അടിച്ചു കൊലപ്പെടുത്തി. അട്ടപ്പാടി പാക്കുളത്ത് ഒസത്തിയൂരിലെ ഈശ്വരനെയാണ് കൊലപ്പെടുത്തിയത്. ഈശ്വരന്റെ മക്കളായ രാജേഷ്, രഞ്ജിത്ത് എന്നീ സഹോദരങ്ങളാണ് അടിച്ചു കൊലപ്പെടുത്തിയത്. അച്ഛനെ മക്കൾ ഇരുവരും ചേർന്ന് വടികൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. വയോധികയെ അയൽവാസി അതിക്രൂരമായി മർദ്ദിച്ചു. നിലമ്പൂരിലാണ് 80-കാരി വയോധികയെ മർദ്ദിച്ചത്. സംഭവത്തിൽ അയൽവാസി ഷാജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CH നഗറിലെ ഇന്ദ്രാണി ടീച്ചർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ചികിത്സയിലാണ്. ഷാജി മദ്യലഹരിയിലാണ് ടീച്ചറെ മർദ്ദിച്ചത്. പകൽ സമയങ്ങളിൽ ടീച്ചർക്ക് സഹായത്തിന് മകൻ ചുമതലപ്പെടുത്തിയ ആളാണ് ഷാജി. നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽവാസികളാണ് ഇന്ദ്രാണി ടീച്ചറെ രക്ഷപ്പെടുത്തിയത്. തുടർന്ന് നഗരത്തിലെ ജനപ്രതിനിധികളെത്തി ഇന്ദ്രാണി ടീച്ചറെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ടീച്ചറെ സംരക്ഷിക്കുന്നില്ലെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും മകനെതിരെയും പരാതികളുണ്ട്. അമേരിക്കയിൽ മലയാളി നഴ്സിന് യുവാവിന്റെ വംശീയ ആക്രമണം. ഇന്ത്യക്കാരെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് സ്റ്റീഫൻ കാൻഡൽബറി എന്ന യുവാവ് മലയാളി നഴ്സായ ലീലാമ ലാലിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ലീലാമയെ ഇപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി. മർദ്ദനത്തിൽ ലീലാമയുടെ മുഖത്തെ അസ്ഥികൾ തകരുകയും തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2 മിനിറ്റിലേറെ നീണ്ടുനിന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വധശ്രമത്തിനും വംശീയ ആക്രമണത്തിനും ഇയാൾക്കെതിരെ കേസെടുത്തു. ജൂനിയർ വിദ്യാർത്ഥികളെ സീനിയേഴ്സ് വളഞ്ഞിട്ട് തല്ലി. മലപ്പുറം കുറ്റൂർ KM HSS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ജൂനിയർ വിദ്യാർത്ഥികളെ തല്ലിയത്. മർദ്ദന ദൃശ്യങ്ങളെടുത്ത് റീലുകളാക്കിയും പ്രചരിപ്പിച്ചു. മർദ്ദനത്തിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റു. സംഭവത്തിൽ ഒരു കുട്ടിയുടെ പിതാവ് വേങ്ങേര പോലീസിൽ പരാതി നൽകി. നിരവധി വിദ്യാർത്ഥികളാണ് സീനിയർ കുട്ടികളുടെ മർദ്ദനത്തിന് ഇരയായത്. സിനിമാ ഡയലോഗുകൾ മിക്സ് ചെയ്താണ് വിദ്യാർത്ഥികൾ മർദ്ദനത്തിന്റെ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതുവരെ സ്കൂൾ ഭരിച്ചത് ഞങ്ങളാണെന്നും ഇനിയും ഭരിക്കുമെന്നും അടിക്കുറിപ്പോടെയായിരുന്നു റീൽ.